നമ്മൾ പാലക്കാട് വന്നിട്ട് കുറച്ച് ദിവസമായില്ല, അപ്പൊ ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ. ഈ രണ്ടെണ്ണം നമ്മളോട് വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കട്ടപ്പന ബസ്സിനായിരുന്നു. അതാകുമ്പോൾ നമുക്ക് തൃശ്ശൂർ വന്നിട്ട് പോകാം. പക്ഷേ ആ ബസ് നമുക്ക് ഇനിയുള്ള മാർഗ്ഗം മണ്ണാർക്കാട് എന്നിട്ട് പോകാനായി. അവിടേക്ക് ഒരു ബസ് നോക്കിയിരിക്കാൻ പറഞ്ഞിട്ട് കുറേ നേരമായി ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവരൊന്ന് ഉറങ്ങി എണീറ്റു, അത്രയും ടൈം ഉണ്ടായിരുന്നു. പിന്നെ ബസ് വന്നപ്പോൾ നമ്മൾ പാപ്പ എടുത്ത് ബൈക്കൊക്കെ പറഞ്ഞ ബസ്സിൽ കയറിയിട്ട് നേരെ ചുരമൊക്കെ ഇറങ്ങി നേരെ മണ്ണാർക്കാട് എത്തി. അവിടെ നേരെ പാലക്കാട് ബസ്സിൽ കയറിയിട്ടോ. പിന്നെ ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് ഈ രണ്ടെണ്ണം നല്ല ഉറക്കായിരുന്നു. വാവയാണ് തലയിട്ട് ആട്ടിക്കൊണ്ടായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ല. ഉറക്കത്തിൽ നിന്ന് ചാടി എനിക്ക് സ്ഥലം എത്തി നേരത്തെ എണീറ്റ് തന്നെയാണ്. പക്ഷെ നമ്മളൊരു 10-15 മിനിറ്റ് നിൽക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പാലക്കാട് ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടൊരു കടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു. മിറവ് കണ്ട വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര മനപ്രയാസമാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ അവിടുന്ന് 1-2 മിഠായി സ്നാക്സ് ഒക്കെ മേടിച്ച് നേരെ ബസ്സിൽ കയറി. ഞാൻ സാധാരണ എവിടെ പോയാലും ബുക്ക് ചെയ്തിട്ടാണ് പോകാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം അറിയാനുണ്ടായിരുന്നു. തൃശ്ശൂർ വരെ ഒരു സീറ്റ്, അത് കഴിഞ്ഞപ്പോൾ വേറെ. എവിടെ പോയാലും മഴക്കിന് കുറവൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഒരു മിഠായിക്ക് വേണ്ടിയാണ് രണ്ടും കൂടെ അടി ഉണ്ടാക്കുന്നത്. ആ ക്ഷീണത്തിലാന്ന് തോന്നുന്നു. നല്ല പോത്ത് വരെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പോണ വഴിക്ക് നല്ല ചൂടും നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ കുറച്ച് കാറ്റിന് വേണ്ടി 3 പേരും മാറി മാറി സൈഡ് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും ചൂടായിരുന്നു. നമുക്ക് 3 പേർക്ക് വിശപ്പില്ലായിരുന്നുകൊണ്ട് നമ്മൾ 3 പേരും ഒരു ഊണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റതാ. അപ്പത്തെ അവസ്ഥയാണ് ഇത്. അവള് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഈ ഒരു കൊളത്തിൽ തന്നെയായിരുന്നു. മൂവാറ്റുപുഴ ആയിരുന്നപ്പോഴത്തേനും ഞങ്ങളിരുന്ന സീറ്റിന്റെ ഓണേഴ്സ് വന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് കൊടുത്തു. നിന്ന ടൈം KSRTCയിലെ പാട്ടൊക്കെ എൻജോയ് ചെയ്തു. പക്ഷെ അധിക നേരം ഒന്നും നിൽക്കേണ്ടി വന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും സീറ്റ് കിട്ടി. പിന്നെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പം എത്ര ഉള്ളൂ, ടാറ്റാ.